ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്കൊരു ക്രിസ്മസ് സ്പെഷ്യൽ റെസിപ്പി ആയാലോ. അപ്പോൾ ഇന്ന് നമുക്ക് ചുരോസ് ബോൾസ് റെഡിയാക്കാം. അതിനുവേണ്ടി ഫ്ലെയിമിലേക്ക് പാൻ വെച്ച് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് 1/2 കപ്പ് പാല് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മുടെ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ അൺസോൾട്ടഡ് ആയിട്ടുള്ള ബട്ടറാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ചേർത്ത് കൊടുത്ത ബട്ടറൊക്കെ നല്ലപോലെ ഒന്ന് മെൽറ്റായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. മൈദ ചേർത്തതിന് ശേഷം 1 നുള്ളു ഉപ്പും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനാണ് ഇങ്ങനെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം, ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ ഇതേപോലെ മിക്സ് ചെയ്ത് ചേർത്തെടുക്കാനായിട്ട്. ഏകദേശം 3-4 മിനിറ്റിൽ ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ആയിട്ട് ഒരു ബാറ്റർ, ഒരു മാവ് പരുവത്തിൽ നമുക്കിതിവിടെ കിട്ടും. ഇതായിപ്പോൾ നമ്മുടെ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഒന്ന്. എന്നിട്ട് നമുക്ക് ഇത് മറ്റൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റിയെടുക്കാം. ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് കൈകൊണ്ട് പിടിക്കാവുന്ന ഒരു ചൂടിൽ വീണ്ടും നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഇങ്ങനെ കുഴക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഒന്ന് ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് കുറേശ്ശെ മാവ് ഇതേപോലെ എടുത്തിട്ട് കയ്യിൽ വെച്ച് ഒന്ന് ബോൾ ഷേപ്പിലാക്കാം. നമുക്ക് നല്ല ഈസി ആയിട്ട് ഇതേപോലെ ബോൾ ഷേപ്പിൽ പിടിച്ചെടുക്കാനായിട്ട് സാധിക്കും. കാരണം നമ്മുടെ മാവ് എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് തന്നെയാണ്. നമുക്ക് ഇതേപോലെ എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതേപോലത്തെ ഒരു സ്പൂൺ വെച്ചിട്ട് നമ്മൾ അളന്നെടുക്കണമെങ്കിൽ നമ്മുടെ ബോളിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഒരേപോലെ ഇരിക്കും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ഒരേ സൈസിൽ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഞാനിവിടെ എടുത്തിരിക്കുന്ന സ്പൂൺ എന്ന് പറയുന്നത് 1/2 ടേബിൾ സ്പൂണിൻ്റെ സ്പൂണാണ്. ഇതായിപ്പോൾ നമ്മൾ എല്ലാം തന്നെ ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഓരോ ബോൾസ് ആയിട്ട് ചേർത്ത് കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഒരു വശമായി കഴിയുമ്പോഴേക്കും നമുക്കിത് മറിച്ചിട്ടും കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു സെറ്റ് ചുരോസ് ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും എല്ലാം തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കാം. നമ്മുടെ ചുരോസ് ബോൾസ് ഒന്ന് കോട്ട് ചെയ്തെടുക്കാനായിട്ട് പഞ്ചസാരയും പട്ടയും കൂടി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ബോൾസ് ചേർത്ത് നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയ്ക്ക് ഒരു ചെറിയ പീസ് പട്ടയിട്ട് പൊടിച്ചെടുത്തതാണ്. ഈ ചുരോസ് ബോൾസ് നമുക്ക് നല്ലപോലെ ഇങ്ങനെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഒപ്പം നമുക്ക് ഡിപ്പ് ചെയ്ത് കഴിക്കാനായിട്ട് നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ പഞ്ചസാര കോട്ടിങ്ങിലെടുത്ത ചുരോസ് ബോൾസ് കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ നമ്മുടെ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടാണ് നമ്മുടെ ഈ ചുരോസ് ബോൾസ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.